ഒരു നിമിഷം കൊണ്ടെങ്കിൽ പോലും ഒരാളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മളെ വേട്ടയാടുന്ന ഒരു വേട്ടമൃഗത്തെ പോലെ മാറുകയാവും പിന്നീടത്. ചില തെറ്റുകൾ അങ്ങനെയാണ്, ഒരിക്കലും ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ലഭിക്കുകയില്ല. എന്നാൽ ചിലതങ്ങനെയല്ല. കുറ്റബോധം തോളിലേറി ജീവിതം അവസാനിപ്പിക്കണമെന്ന ചിന്തയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം ഒരു അവസരം കൂടി കയ്യിലേക്ക് ഇട്ടുതരും. ആ ഒരു അവസരം പോലും യൂട്ടിലൈസ് ചെയ്യുന്നവർ ചുരുക്കമാണ്. തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനുള്ള അവസരം കണ്ടുപിടിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇതുപോലെ തന്നെ തൻ്റെ ചെറുപ്പത്തിൽ ചെയ്ത ചില തെറ്റുകൾ തൻ്റെ പശ്ചാത്താപവും ഒറ്റപ്പെടലും ആത്മഹത്യ എന്ന ചിന്തയിൽ എത്തി നിൽക്കുമ്പോൾ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം മുന്നിൽ കാണുന്ന ഇഷിത ഷോയ് എന്ന ചെറുപ്പക്കാരൻ്റെ കൂടി കഥയാണ് എ സൈലൻറ്റ് വോയിസ്. യോഷിറ്റോക്കി ഓയമയുടെ ഷേപ്പ് ഓഫ് വോയിസ് എന്ന മാംഗ സീരീസിൻ്റെ അഡാപ്റ്റേഷനായിട്ട് 2016 നഓക്കോ യാമതയുടെ ഡയറക്ഷനിൽ ക്യോട്ടോ അനിമേഷൻ പുറത്തിറക്കിയ ജാപ്പനീസ് റൊമാൻസ് ഡ്രാമ മൂവിയാണ് എ സൈലൻറ്റ് വോയിസ്. കഥയിലെ നായകനായിട്ടുള്ള ഇഷിത ഷോയ തൻ്റെ ചെറുപ്പത്തിലെ സഹപാഠിയായിട്ടുള്ള ഷോക്കോ നിഷിമ എന്ന പെൺകുട്ടിയോട് ചെയ്തിട്ടുള്ള തെറ്റുകളാണ് തന്നെ കുറ്റബോധത്തിലേക്ക് നയിച്ചത്. നിഷിമയ സംസാരിക്കാനും ചെവി കേൾക്കാനും കഴിയാത്ത ഒരു കുട്ടിയായിരുന്നു. അവളുടെ കുറവുകൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവളെ ഒറ്റപ്പെടുത്തുവാനും ഉപദ്രവിക്കാനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷോയോ. എന്നിരുന്നാൽ പോലും ഷോയോട് അവൾക്കൊരു തരി പോലും ദേഷ്യവും പിണക്കവുമില്ലായിരുന്നു. അവനെന്നും അവളുടെ ഒരു സുഹൃത്തായിരിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പിന്നീട് ഇവളെ സുഹൃത്തുക്കൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിഷിമയുടെ അമ്മ അവളെ സ്കൂളിൽ നിന്ന് മാറ്റുകയും അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളിൽ എല്ലാത്തിനും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വരെ അവനെ ഒറ്റപ്പെടുത്തുകയും പിന്നീട് അവൻ മുഴുവനായി ഒറ്റപ്പെടുകയുമായിരുന്നു. ഇങ്ങനെ വിഷാദത്തിലേക്ക് വഴുതി വീണ ഷോയോ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് തൻ്റെ തെറ്റ് തിരുത്താനായി നിഷിമയെ കാണുകയും സുഹൃത്താകുകയും പിന്നീട് പരസ്പരം ചെറിയ സ്നേഹമൊക്കെ തോന്നുകയുമാണ്. എന്നിരുന്നാൽ പോലും ഇതൊരു പ്രണയത്തിൻ്റെ കഥയല്ല. എത്രയൊക്കെ ഈ കഥയെപ്പറ്റി ഞാൻ പറയാൻ ശ്രമിച്ചാലും മൂവി കാണുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഇതിൽ നിന്നും കിട്ടില്ല. കഥയിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും പ്രേക്ഷകരിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട വാല്യൂ എന്തെന്നും വിഷാദം ആത്മഹത്യയിൽ അവസാനിപ്പിക്കേണ്ടതല്ല എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു മൂവി. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല മൂവി തന്നെയാണ് ഇത്. ഇതുവരെയും സൈലൻറ്റ് വോയിസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുകയും മൂവിയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സയോനര.